വീണ എസ് നായർ, പ്രതിപക്ഷത്തിന് മുകേഷ് രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമ്മർദ്ദം ചെലുത്തുവാൻ ആഗ്രഹമില്ലേ? അതിന് കാരണം ഇന്ന് വി ഡി സതീശൻ പറഞ്ഞ ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് മുകേഷ് രാജിവെക്കണോ എന്നുള്ള കാര്യം പാർട്ടി തീരുമാനിക്കട്ടെ എന്നാണ്. അങ്ങനെയല്ലല്ലോ, കുറച്ചുകൂടി സമ്മർദ്ദം ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് വേണ്ട എന്നൊരു നിലപാടിൽ പ്രതിപക്ഷം. അല്ല, തീർച്ചയായും സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട ഏത് വിഷയത്തിലും ഉറച്ച നിലപാടോടുകൂടി സീറോ ടോളറൻസുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാടുകൾ എടുത്ത് പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ഈ സത്യത്തിൽ ഈ ശ്രീ മുകേഷുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ വരുന്ന സമയത്ത് ഞാനിങ്ങനെ ഒന്ന് രണ്ട് പേരുകൾ ഓർത്തു പോവുകയാണ്. അതില് ഒരാള് CPM-ന്റെ ഒരു വലിയൊരു താത്വികാചാര്യൻ, അദ്ദേഹം ഓട്ടോയിൽ യാത്ര ചെയ്തൊരു സ്ത്രീയെ കയറി പിടിച്ചെന്നോ മറ്റോ പറഞ്ഞിട്ട് അദ്ദേഹത്തിനെതിരെ നടപടികൾ എടുക്കുകയും അദ്ദേഹം വല്ലാത്ത ബുദ്ധിമുട്ടുകളിലൂടെ അത്തരത്തിലുള്ള ഫേസുകളിലൂടെ കടന്നു പോകുന്നത്, ഇത് ഞാൻ പറയുന്നത് ഒരു 88-89 കാലഘട്ടത്തിലാണ്. അങ്ങനെ കടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു CPM നേതാവ്, അദ്ദേഹം സെൻട്രൽ കമ്മിറ്റി അംഗമായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ശ്രീ വരദരാജൻ എന്നാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ അങ്ങേപ്പോലുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകർക്കടക്കം ഓർമ്മയുണ്ടാകും. അദ്ദേഹം SMS അയച്ചു എന്ന് പറഞ്ഞൊക്കെ ഉള്ള ചില വിവാദങ്ങൾ ഉണ്ടായി. ഒടുവിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്കാണ് എത്തിപ്പെട്ടത്. അവിടെയും പാർട്ടി അദ്ദേഹത്തെ പദവികളിൽ നിന്നൊക്കെ ഒഴിവാക്കുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടായി. ഈ CKP പത്മനാഭൻ എന്ന് പറയുന്ന നേതാവ്, അദ്ദേഹം ഈ അടുത്ത കാലത്താണ് ഒരു പ്രാദേശിക ചാനലിന് എന്റെ ജീവിതം തകർത്തത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ജീവിതം തകർത്തത് എന്താണെന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ നമ്മള് ഏത് പ്രസ്ഥാനമായാലും ഞാൻ വിശ്വസിക്കുന്നത് ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ സീറോ ടോളറൻസുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. ആ തരത്തിൽ തന്നെയാണ് എല്ലാ കാലത്തും കോൺഗ്രസ് നേതാക്കളുടെ, നമ്മളെ നയിക്കുന്ന നേതാക്കളുടെ നിലപാടും എന്നുള്ളത് തന്നെയാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. ഇപ്പോ കോൺഗ്രസ് രാജി ശക്തമായി ആവശ്യപ്പെടണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ധാർമ്മികത എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് എങ്കിൽ, അല്പമെങ്കിലും വ്യക്തിത്വം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് എങ്കിൽ MLA സ്ഥാനത്ത് അദ്ദേഹം തുടരാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ അർത്ഥം. പക്ഷെ ഞാൻ പറയട്ടെ, ഇപ്പൊ ഭരണപക്ഷത്തെ ഒരു MLA ആണ്, ഭരണപക്ഷത്തെ MLA എന്ന് പറയുന്ന വലിയ പ്രിവിലേജുകൾ വഹിക്കുന്ന, അല്ലെങ്കിൽ ആ പ്രിവിലേജുകളുമായിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് ശ്രീ മുകേഷ്. അദ്ദേഹത്തിന്റെ പാർട്ടി നൽകുന്ന പിന്തുണ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആദ്യം തിരുത്തപ്പെടേണ്ടത് ഈ പാർട്ടിയല്ലേ? ഈ പാർട്ടി സ്ത്രീ തലേണയ്ക്കടിയിൽ വാക്കത്തി വെച്ച് ഒരു സ്ത്രീക്കും കേരളത്തിൽ ഉറങ്ങേണ്ടി വരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒന്നാം പിണറായി സർക്കാർ തന്നെ അധികാരം പിടിക്കുന്നത്. അങ്ങനെ അധികാരത്തിൽ വന്നിട്ടുള്ള ഒരു പാർട്ടി മുൻകാലങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾക്കെതിരെ നടപടികൾ എടുത്തിട്ടുള്ള ചരിത്രം പേറുന്ന ഒരു പാർട്ടി. പക്ഷേ അല്പം കാലം കഴിയുമ്പോൾ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അങ്ങേയറ്റം മൂല്യച്യുതിയിലേക്ക് പോവുകയും സ്ത്രീ പീഡനങ്ങളിൽ പ്രതിയാകുന്നത് MLA ആയിരിക്കാനുള്ള ഒരു അലങ്കാരമായിട്ട്, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇവരുടെ പോലീസ് തന്നെയാണ്, ഇവർ ഫോം ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെയാണ് ശ്രീ M മുകേഷിനെതിരെയുള്ള കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. താങ്കൾ അക്കാര്യത്തിൽ ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നത് പോലെ എനിക്ക് തോന്നുകയാണ് ശ്രീമതി വീണ എസ് നായർ. കാരണം രണ്ട് പേരുകൾ ഇവിടെ പറയാതിരിക്കുന്നതിന് വേണ്ടിയാണ്. ഈ ഭരിക്കുന്ന പാർട്ടിയെ പ്രതിനിധീകരിക്കുന്നയാളാണ് മുകേഷ്, അതുകൊണ്ട് അതിന്റെ പ്രിവിലേജ് അദ്ദേഹത്തിന് കിട്ടുമെന്ന് പറയുന്നത്. നിങ്ങൾ ഇതിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കാൻ കാരണം, നിങ്ങളുടെ രണ്ട് MLA-മാർ സമാനമായ ആരോപണം നേരിടുന്നവരാണ്. വിൻസെന്റ് MLA-യും അതുപോലെ തന്നെ എൽദോസ് കുന്നപ്പള്ളിയും. അപ്പോൾ അതാണോ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നത്? ഇപ്പോൾ CPM-ന്റെ ന്യായവും അത് തന്നെയാണ്. UDF-ന്റെ MLA-മാർ രാജിവെച്ചില്ലല്ലോ, പിന്നെ എന്തിനാണ് മുകേഷിന്റെ രാജി ആവശ്യപ്പെടുന്നത് എന്ന്. അത് ശരിയായ ഒരു ന്യായമല്ല. കാരണം UDF അല്ല LDF, അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷെ UDF-നെ പ്രതിരോധത്തിലാക്കുന്നത് ആ കാര്യമല്ലേ? അല്ല, ഞാൻ അങ്ങയോടൊരു കാര്യം പറയട്ടെ. അങ്ങ് ഇവിടെ സൂചിപ്പിച്ചല്ലോ നമ്മുടെ രണ്ട് MLA-മാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസ്. അതിൽ ശ്രീ M വിൻസെന്റ്, നിങ്ങൾക്ക് തന്നെ ഓർമ്മയുണ്ടാവും, നിങ്ങൾ മാധ്യമങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതും ജയിലിൽ അടയ്ക്കുന്നതും അടക്കമുള്ള കാഴ്ചകൾ കേരളത്തിലെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുള്ളതാണ്.
കോടതി അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീഡിങ്സ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തുത. ശ്രീ എൽദോസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും എന്തൊക്കെയാണ് നടന്നത്? ഈ MLA-മാരും നിയമത്തിൽ നിന്ന് ഓടി ഒളിച്ചിട്ടില്ല. കോൺഗ്രസ് ഈ MLA-മാർക്ക് പ്രത്യേക കവചം തീർത്തുകൊണ്ട് അവരെ സംരക്ഷിക്കുന്ന നിലപാടെടുത്തിട്ടില്ല. പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന കേരളത്തിലെ പോലീസ് തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസുകളിൽ പ്രതികളാക്കപ്പെട്ടിട്ടുള്ള രണ്ടുപേരാണ് അവര്. പക്ഷെ അവർ നിയമസഭയിൽ വരുന്നുണ്ട്. ഇന്ന് ജെബി മേത്തർ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അവർ പറഞ്ഞത് ജെബി മേത്തർ ഇന്ന് പറഞ്ഞത് ഈ നിയമസഭയിൽ കയറാൻ അർഹതയില്ല എന്നാണ്. അതായത് ഒരു സ്ത്രീ പീഡകൻ നിയമസഭയിൽ വരാൻ അർഹനല്ല എന്ന്. അങ്ങനെയാണെങ്കിൽ മറ്റു രണ്ടുപേരുടെ കാര്യത്തിലും അത് ബാധകമായിരിക്കുമല്ലോ. അതെന്തുകൊണ്ട് കോൺഗ്രസ് മിണ്ടുന്നില്ല? അല്ല, ഞാൻ പറയട്ടെ, ശ്രീ മുകേഷ് എന്ന് പറയുന്നത് സിനിമയിലും രാഷ്ട്രീയത്തിലും ഒരുപോലെ തന്നെ ഇൻഫ്ലുവൻസ് ഉള്ള, സിനിമയിൽ അവസരങ്ങൾ നൽകാമെന്ന് പറഞ്ഞ് അമ്മയിൽ അംഗത്വം ലഭിക്കണമെങ്കിൽ അദ്ദേഹത്തെ കാര്യമായി പരിഗണിക്കണമെന്നുള്ള രീതിയിലൊക്കെ പെരുമാറി എന്ന് പറയപ്പെട്ടിട്ടുള്ള ഒരു വിഷയം ഇവിടെ നിലവിലുണ്ട്. മറ്റതങ്ങനെയല്ല. നോക്കൂ, രാഷ്ട്രീയ പ്രേരിതമായി എവിടെ നിന്നെങ്കിലും വരുന്ന ഇത്തരം ആരോപണങ്ങൾക്ക് തീർച്ചയായിട്ടും സഖാവ് പിണറായി വിജയന്റെ പോലീസ് അന്വേഷണം നടത്തുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തിട്ടുള്ള കോൺഗ്രസ് MLA-മാരുമായിട്ട് കോൺഗ്രസിന്റെ MLA-മാർക്കെതിരെ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ തല്ലുകയും CPM-ന്റെ MLA-മാർ ഇത്തരം വിഷയങ്ങളിൽ പ്രതികളാകുമ്പോൾ തലോടുകയും ചെയ്യുന്ന രാഷ്ട്രീയമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സഖാവ് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസിന്റെ MLA-മാരെ കുറിച്ച് അങ്ങ് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ MLA-മാര് തല്ലുകൊണ്ടവരാണ്, അവര് അന്വേഷണത്തിന് നിയമത്തിന് മുൻപിൽ കൃത്യമായ രീതിയിൽ സഹകരിച്ചിട്ടുള്ളവരാണ്, അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ മുകേഷ് ആകട്ടെ, മുകേഷിനെതിരെ ആദ്യമേ ഈ റിവലേഷൻ വരുന്ന സമയത്ത് തന്നെ ശ്രീമതി ബൃന്ദ കാരാട്ട്, ആനി രാജ അടക്കമുള്ളവർ ഇദ്ദേഹം MLA സ്ഥാനം രാജിവെച്ച് പോകണമെന്ന് CPI-യുടെയും CPM-ന്റെയും സമുന്നതരായിട്ടുള്ള വനിതാ നേതാക്കന്മാരെ സർക്കാർ തന്നെയാണല്ലോ ഈ കേസിൽ വരുന്നത്. അപ്പോൾ സർക്കാർ